ഹലോ, ഇന്ന് നമ്മൾ പ്രോഡക്റ്റ് എന്താണെന്ന് തന്നെ കണ്ടല്ലോ. വാഷിംഗ് മെഷീൻ ആണ്, ഓട്ടോമാറ്റിക് ആണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. മേടിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞങ്ങൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഇത് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ പിടിപ്പിക്കാൻ വന്നപ്പോൾ നമ്മൾ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ചേട്ടൻ വെച്ചതിന് ഫിൽറ്ററൊക്കെ ഉണ്ട്. ഇതിന് സെപ്പറേറ്റ് ടാപ്പൊക്കെ ഞങ്ങൾ എക്സ്ട്രാ പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്നത് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എക്സ്ട്രാ ടാപ്പൊക്കെ പിടിപ്പിച്ച് ചെയ്തു. കാണുന്നതിൻ്റെ ഫിൽറ്ററാട്ടോ. അതായത് അഴുക്കൊക്കെ കയറി തുണിയുടെ നൂലൊക്കെ ഇല്ലേ, അത് അതിൻ്റെ അഴുക്കൊക്കെ കയറുമ്പോൾ ഇതിലാണ് വന്ന് തങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പിടിപ്പിക്കുന്നതാണ് ചേട്ടൻ കാണിക്കുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചേട്ടൻ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു തരും. നമ്മൾ ഒരു തവണ ഇത് കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ മനസ്സിലാവും. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിൽ സോപ്പ് പൊടിയും ഇടാം. ലിക്വിഡാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. ഞങ്ങൾ മേടിച്ച ലിക്വിഡാണ്. ലിക്വിഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോപ്പ് പൊടി ഭയങ്കര പാടാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ എലി ഒന്നും കയറാണ്ടിരിക്കാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പിടിപ്പിച്ചാൽ ഇത് എന്തെങ്കിലും അകത്ത് എന്തെങ്കിലും വയറിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് ഫ്രീ ആയിട്ട് ചെയ്തു തരുള്ളൂ എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ പിടിപ്പിക്കുന്നത്. ബാക്കിൽ എല്ലിയും മറ്റ് സാധനങ്ങളൊന്നും കറണ്ട് കയറാണ്ടിരിക്കുകയാണ് വെക്കുന്നത്. ഇത്ര സേഫ്റ്റി ഒന്നുമല്ല. എല്ലിക്ക് ഇത് വേണേൽ കറണ്ട് കളഞ്ഞിട്ട് കയറാമല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ കോട്ടേഴ്സിൻ്റെ ചില സൗകര്യക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇതിൽ കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് പിടിപ്പിക്കാനാണ്. പക്ഷേ ഞങ്ങൾ കമ്പനിയിലെ ഗോദ്രേജിൻ്റെ ആണ് മേടിച്ചത്. ഗോദ്രേജിൻ്റെ അവരെ വിളിച്ചിട്ട് നമ്മളിത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ഇത് വേസ്റ്റ് പോകുന്ന പുറത്തേക്ക് പോകുന്ന ഔട്ടാണ്. ഇന്നും ഔട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലായിടത്തും നല്ല ഫിൽറ്ററും കാര്യങ്ങളും അഴുക്കും കാര്യങ്ങളൊക്കെ കയറാണ്ടിരിക്കാൻ ഫിൽറ്റർ എല്ലാം ഉണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇനി ചേട്ടൻ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. തുണിയിലെ വെള്ളം എടുത്ത് അലക്കി ഉരിപ്പിച്ചുണ്ടെങ്കിൽ തന്നോളൂ. ഒന്നും നമ്മൾ അറിയണ്ട. ഓൺ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഓട്ടോയിലാണ് അത് നടക്കുന്നത്. പ്രോഗ്രാം വെക്കുമ്പോൾ റെഗുലറിലേക്കൊക്കെ മാറും. റെഗുലർ എന്ന് പറഞ്ഞാൽ നോർമൽ സാധനങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യില്ലേ, റെഗുലർ തുണികൾ രാവിലെ ഇട്ട് വൈകുന്നേരം കൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ. അപ്പൊ അതിന് ചെളി ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് വെക്കുന്നു പോകും. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ജീൻസ് പാൻറ് അങ്ങനെയുള്ള സാധനങ്ങൾ കട്ടി കൂടിയത് കഴുകുന്ന ഓപ്ഷനാണ്. സെപ്പറേറ്റ് കഴുകിയാലേ ചെളി പോകത്തുള്ളൂ. സ്ട്രോങ് എന്ന് കട്ടി കൂടിയ സാധനങ്ങളാണ്. അതിൽ സ്പീഡ് കറങ്ങുന്നതിന്റെ കുറവായിരിക്കും. ക്വിക്ക് വാഷ് എന്ന് പറഞ്ഞാൽ വെക്കുന്ന കഴുകുക, ചെളിവ് പോകാതിരിക്കും. വെക്കുന്ന കഴുകുക, പെട്ടെന്ന് കഴുകുക. ഇതിൽ 1-2 തുണിയൊക്കെ ഇട്ടാൽ നല്ലൊരു ചെളിവും. കൂടുതൽ തുണി ഇട്ടാൽ കുക്ക് വാഷിൽ പോകത്തില്ല. പിന്നെ ഈ ഷട്ടിലൊക്കെ ചെറിയ സ്റ്റിക്കർ വെച്ചിട്ട് 3 മിനിറ്റ് കഴിയാവുള്ളൂ, 15 മിനിറ്റ് കഴിയാവുള്ളൂ എന്നൊക്കെ തുണിയിൽ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ തുണികൾ അധികം കഴിയുവാണെങ്കിൽ ലൈഫ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെച്ചാൽ 10 തവണ ഇരുന്ന തുണി 2-3 തവണ ആകുമ്പോഴത്തേക്കും നരച്ചു. റിൻസ് ഒള്ളി എന്ന് പറഞ്ഞാൽ ഊരിപ്പിഴിയുന്ന പരിപാടിയില്ലേ, അത് മറ്റേ ഓട്ടോയിലാണെങ്കിൽ ഇത് മൊത്തം ഒരുമിച്ച് നടക്കില്ലേ, റിൻസും കൂടി ചെയ്തില്ലേ. ഇത് റിൻസ് മാത്രമായിട്ട് ഊരിപ്പിഴിയുന്നത്. സ്പിന്നെന്ന് പറഞ്ഞാൽ ഉണക്ക് മാത്രം, സെപ്പറേറ്റ് പുറത്തിളക്കി വെക്കാം, ഉണങ്ങാൻ വേണ്ടി മാത്രം. ഓണാക്കിയിട്ട് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി മാത്രം കിട്ടും. ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെഷീൻ തന്നെ തൂക്കം നോക്കി എടുത്തോളും. വെള്ളമില്ല, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലെവൽ നമ്മൾ കൊടുക്കണം. നമ്മളൊരു പ്രോഗ്രാം വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതിയോ? ഓൺ ചെയ്യുമ്പോൾ ഓട്ടോയിലേക്ക് സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ മെഷീൻ സ്വന്തമായിട്ട് തൂക്കം നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്തോളും. അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സ്റ്റാർട്ട് കൊടുത്താൽ മതി. പ്രോഗ്രാം ആണ്. മറ്റേ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ലെവൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം കാൽക്കുലേഷൻ എല്ലാം വ്യത്യാസം. 3 മിനിറ്റ് വെള്ളം പോയി തീരും. ഉണങ്ങാൻ കറങ്ങേണ്ട ആവശ്യമില്ലെങ്കിൽ വെള്ളം പോയി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. വെള്ളം പോകാൻ 12 മിനിറ്റ് വേണം. അല്ല, 3 മിനിറ്റ് സ്പിന്നെ ഇട്ടേക്കണേ. സ്പിന്നിൽ 3 മിനിറ്റിനുള്ളിൽ വെള്ളം പോകുന്ന ബക്കറ്റിലെ ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ. വെള്ളം ഇല്ലെങ്കിൽ വെക്കുന്ന പോയിട്ട് ഉണങ്ങാനുള്ള ഓപ്ഷനിലേക്ക് കറങ്ങാൻ പറ്റും. നമുക്ക് അതിന്റെ കറങ്ങേണ്ട ആവശ്യമില്ലെങ്കിൽ നേരത്തെ നിർത്താം, ഓഫ് ചെയ്താൽ. മറ്റേ എല്ലാം ചെയ്തു വരിക മെഷീൻ. നേരെ പോയി 3 മിനിറ്റ് എടുത്തില്ല, നേരെ മുമ്പേലേക്ക് വന്നാണ്ടാ. വെള്ളം പോയത് കൊണ്ടാ. പോകാനുള്ള സമയമാണ് 3 മിനിറ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം.